SCRT പഠനം എന്തായി? SCRT സയൻസ് ഭാഗത്തു നിന്നുള്ള ഒരു 20 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 20 ക്വസ്റ്റ്യന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാൻ എത്രത്തോളം SCRT കവർ ചെയ്തു എന്നുള്ളതും. ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒരു പ്രത്യേക ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ആക്സോണിനെ വലയം ചെയ്യുന്ന കോശം ഏതാണ്? ആക്സോണിനെ വലയം ചെയ്യുന്ന കോശം ഏതാണ്? ആൻസർ വരുന്നത് ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചെടുത്തോ. ആക്സോണിനെ വലയം ചെയ്യുന്ന കോശം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ശ്വാൻ കോശമാണ്. ശ്വാൻ കോശം. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏത്? ഇങ്ങനെ വരുമ്പോൾ ശരിയായ പ്രസ്താവനയാണ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന, മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതാണ് അൽഷിമേഴ്സിന് കാരണം. ശരിയാണ്. അടുത്തത്, ശരീര തുലനനില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, വായിൽ നിന്നും ഉമിനീർ ഒഴുകുക എന്നിവയാണ് പാർക്കിൻസണിന്റെ ലക്ഷണങ്ങൾ. അതും ശരിയാണ്. അടുത്തത്, തലച്ചോറിൽ ഡോപാമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കൂടുന്നതാണ് പാർക്കിൻസൺസ് രോഗത്തിന് കാരണം. അത് ശരിയാണോ? അത് തെറ്റാണ്. കാരണം ഉൽപാദനം ഡോപാമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നതാണ് പാർക്കിൻസൺസിന്റെ കാരണം. അപ്പൊ തലച്ചോറിൽ ഡോപാമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കാനും പ്ലഷർ കൂട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. പ്രഷർ അല്ല, പ്ലഷർ, സന്തോഷം. അപ്പൊ അത് സന്തോഷം കൂട്ടുന്ന ഒരു ഹോർമോണാണ് ഡോപാമിൻ എന്നത്. അപ്പൊ ഈ ഡോപാമിൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺ ഉണ്ടാകുന്നത്. അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പൊ 1ഉം 2ഉം ശരി. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേക്ഷകത്തിന്റെ പ്രവർത്തനത്തിനെ ത്വരിതപ്പെടുത്തുന്നു? മദ്യം മസ്തിഷ്കത്തിലെ ഏത് നാഡീയ പ്രേക്ഷകത്തിന്റെ പ്രവർത്തനത്തെയാണ് ത്വരിതപ്പെടുത്തുന്നത്? ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ആണ്. ഏതാണ്? ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. അടുത്തത്, ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന നാഡി ഏതാണ്? ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്ന നാഡി ഏതാണ്? ഏത് നാഡിയാണ്? സംവേദ നാഡിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സംവേദ നാഡിയാണ്. താഴെ പറയുന്ന സൂചകങ്ങൾ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? നോക്കാം. 3 സൂചകം തന്നിട്ടുണ്ട്. ഒന്നാമത്തത്, മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗം ഏതാണ്? നട്ടെല്ലിനുള്ളിലാണ് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കങ്ങളിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നു. ഏതാണ് ശരിയായിട്ടുള്ളത്? ശരിയായതല്ല. ഇതേത് ഭാഗത്തിന്റെ സൂചകങ്ങളാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സുഷുമ്നയാണ്. അതായത് മെഡുല്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ്. നട്ടെല്ലിനുള്ളിലാണ് സുഷുമ്നയെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നത് സുഷുമ്നയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ 2 കോഴ്സുകൾ അവൈലബിൾ ആണ് SCRT പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. SCRT സമഗ്രം സുന്ദരം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തി അതിന്റെ PDF നോട്ടും വീഡിയോ ക്ലാസ്സും ഓരോ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് പഠിക്കാനായിട്ടുള്ള സ്റ്റഡി പ്ലാനും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതല്ല എങ്കിൽ യൂണിവേഴ്സിറ്റി LGS കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്യുന്ന SCRT ഉൾപ്പെടെയുള്ള ഒരു ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആപ്പ് PSC Basics ആണ്, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ശരീര തുലനനില പാലിക്കാനായിട്ട് സഹായിക്കുന്നത് ഏതാണ്? അതായത് നമ്മുടെ മദ്യം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് ഏതാണോ അതാണ്. അതേതാണ് നമ്മുടെ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്? ഏത് ഭാഗത്തിനെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, സെറിബെല്ലം ആണ്. സെറിബെല്ലം. ആൻസർ ഓപ്ഷൻ ബി. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ്?
അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത്? നോക്കാം, പെട്ടത് ഏതൊക്കെയെന്നറിയാം. ഓപ്ഷൻ ഡി, അടിയന്തര സാഹചര്യം വരുന്ന സമയത്ത് ഹൃദയമിടിപ്പ് കൂടത്തില്ലേ? കൂടും. കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കത്തില്ലേ? കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കും. ദെൻ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കും. ദെൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റത്തില്ല. അപ്പോൾ ഇതാണ് സിമ്പതറ്റിക് പ്രവർത്തനത്തിൽ പെടാത്തത്. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്ത് നടക്കുന്നു, പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്ത് നടക്കുന്നു എന്ന് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം, എത്ര ജോഡി ശിരോനാഡികളാണ് നമുക്കുള്ളത്? എത്ര ജോഡി ശിരോനാളികൾ? എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 12 ജോഡി ശിരോനാഡികളാണ് നമുക്കുള്ളത്. എത്ര ശിരോനാഡി എന്ന് വെച്ചാൽ 24 എത്ര ജോഡി ശിരോനാഡി എന്ന് ചോദിച്ചാൽ 12 ജോഡി ശിരോനാഡികളാണ് നമുക്കുള്ളത്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന കണ്ണിലെ പാളി ഏതാണ്? രക്തക്കുഴൽ ഉള്ളത് കൊണ്ട് തന്നെ ആ പാളിയെ നമ്മൾ വിളിക്കുന്നത് എന്തെന്നാണ്? രക്തപടലം എന്നാണ്. ഓപ്ഷൻ ബി ആണ് രക്തപടലം. റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹികൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന രോഗമേത്? റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന രോഗം ഏതാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗ്ലൂക്കോമയാണ്. കണ്ണിൽ മർദ്ദം കൂടുന്ന ഒരവസ്ഥയാണിത്. ഇത് റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാക്കി അന്ധതയിലേക്ക് കടത്തുന്നതാണ് ഏത്? ഗ്ലോക്കോമ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സൂചകങ്ങൾ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ഒന്നാമത്തെ സൂചകം, കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. തന്നിരിക്കുന്നതിൽ ഏതാണ് സംഭവം? ഏതാണ് ഈ ഭാഗം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, യൂസ്റ്റേഷ്യൻ നാളിയാണ്. അപ്പൊ യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നതും മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നതും. അടുത്തത്, തെറ്റായ പ്രസ്താവന ഏത്? ഏതാണ് തെറ്റായ പ്രസ്താവന? ഒന്നാമത്തത്, കണ്ണിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. 2, അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു. 3, കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. ഇതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഏത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്? തന്നിട്ടുള്ളതില് അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലല്ല ആകുന്നത്, എന്ത് ചെയ്യും? ചുരുങ്ങാണ് ചെയ്യുന്നത്. സോ സീലിയറി ഇത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രം തെറ്റാണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടത്തെ ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ്, അടുത്ത ചോദ്യം, റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗം ഏതാണ്? റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരെന്താണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അന്ധബിന്ദുവാണ്. റെറ്റിനയിൽ നിന്ന് നേത്രനാഡി ആരംഭിക്കുന്ന ഭാഗമാണ് അന്ധബിന്ദു. അടുത്ത ചോദ്യം, ത്വക്കിൽ എത്ര ഉദ്ദീപന ഗ്രാഹികളുണ്ട്? ത്വക്കില് എത്ര ഉദ്ദീപന ഗ്രാഹികൾ ഉണ്ട്? എത്രയുണ്ട്? ഓപ്ഷൻ എ ആണ്, 5 ഉദ്ദീപന ഗ്രാഹികളാണുള്ളത്. എത്രയാണ്? 5 ഉദ്ദീപന ഗ്രാഹികളാണുള്ളത്. ലോക പ്രമേഹ ദിനം എന്നാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി, നവംബർ 14 ആണ്. മുതിർന്നവരിൽ തൈറോക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ. മുതിർന്നവരിൽ തൈറോക്സിന്റെ കുറവുള്ളവർ, മുതിർന്നവരിലാണ് തൈറോക്സ് എങ്കിൽ ഏതാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി ആണ്, മിക്സഡിമയാണ്. മുതിർന്നവരിൽ മിക്സഡിമയും കുട്ടികളിലാണ് തൈറോക്സിന്റെ കുറവെങ്കിൽ ക്രിട്ടനിസവുമാണ്. അടുത്തത്, ചേരുംപടി ചേർക്കുക. നോക്കാം. ഒന്നാമത്തത്, എപ്പിനെഫ്രിൻ ഉണ്ട്, കോർട്ടിസോൾ ഉണ്ട്, അൽഡോസ്റ്റിറോൺ ഉണ്ട്, നോർ അഡ്രിനാലിൻ ഉണ്ട്. നമുക്ക് ചേർത്ത് നോക്കാം. അറിയാന്നുള്ളത് ആദ്യം പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തേത് നോർ അഡ്രിനാലിനാണ്. ഈ നോർ അഡ്രിനാലിൻ എന്താണ് ചെയ്യുന്നത്? എപ്പിനെഫ്രിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ അറിയാന്നുള്ളത് അത് നിങ്ങൾ ആദ്യം ചെയ്യുക. എപ്പിനെഫ്രിനുമായൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു.
അടുത്തത് അൾഡോസ്റ്റിറോൺ ആണ്. അൾഡോസ്റ്റിറോൺ ആണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ. അപ്പോൾ അൾഡോസ്റ്റിറോൺ C4 നെക്സ്റ്റ് C4 അടുത്തത് കോർട്ടിസോളിന്റെ പ്രത്യേകത എന്തോന്നാണ്? കോർട്ടിസോൾ ആണ് അടിയന്തര സാഹചര്യത്തില് സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അടുത്തത് എപ്പിനെഫ്രിൻ എന്താണ്? എപ്പിനെഫ്രിൻ എന്നാല് എപ്പിനെഫ്രിൻ എന്താണ്? മൊത്തത്തില് എപ്പിനെഫ്രിൻ എന്നാല് അടിയന്തര സാഹചര്യത്തില് സിമ്പതറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാമേ. അടുത്തത് കോർട്ടിസോള് ഓപ്ഷൻ ഏതാണ് വരുന്നത്? 1 കൊഴുപ്പിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണമാണ്. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം. ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ D ആണ്. അതായത് ഏതാണ്? എപ്പിനെഫ്രിൻ. ആ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? എപ്പിനെഫ്രിൻ ആണ് ഈ അഡ്രിനാലിന്റെ മറ്റൊരു പേരാണ് ഈ എപ്പിനെഫ്രിൻ. അടിയന്തര സാഹചര്യത്തിൽ സിമ്പതറ്റിക് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എപ്പിനെഫ്രിൻ ആണ്. അടുത്തത് കോർട്ടിസോൾ ആണ് കൊഴുപ്പിൽ നിന്നുള്ള ഗ്ലൂക്കോസ് നിർമ്മാണം. അൾഡോസ്റ്റിറോൺ ആണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. നോർ അഡ്രിനാലിനാണ് എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? അടുത്തത് ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന T ലിംബോസൈറ്റുകളുടെ പാകപ്പെടലിനെയും പ്രവർത്തനത്തിനെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏത്? ശരീരത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്നതാണ് T ലിംബോസൈറ്റ്. ഇതിന്റെ പാകപ്പെടലിനെയും പ്രവർത്തനത്തിനെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ A ആണ്. തൈമസ് ഗ്രന്ഥിയാണ്. ഏതാണ്? തൈമസ് ഗ്രന്ഥി. അടുത്തത് ആമാശയത്തിന്റെ തുടർച്ചയായി പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥി ഏത്? ആമാശയത്തിന്റെ തുടർച്ചയായിട്ട് പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ C ആണ്. പാൻക്രിയാസ് ഗ്രന്ഥി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് സയൻസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. SCRT ക്വസ്റ്റ്യൻസ് ഒരുപാട് നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് SCRT സമഗ്രം സുന്ദരത്തിൽ എല്ലാ ചാപ്റ്റേഴ്സിന്റെ എക്സാംസുകൾ അവൈലബിൾ ആണ്, നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്നെ കോൾ ചെയ്യോ അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ, അതല്ല എങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.